അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ജസ്നാസ് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പായ പുട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഒരു മാങ്ങൻ്റെ പകുതി ചെറുതായി ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പകുതി ഇതുപോലെ ഒരു വലിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അതിലേക്ക് പിന്നെ വേണ്ടത് പുട്ടുപൊടി. നന്മേൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് പുട്ടുപൊടി വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പുട്ടുപൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 3 പീസ് മാങ്ങൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പുട്ടുപൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇതിൽ തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മാങ്ങേൻ്റെ പൾപ്പിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചെറിയ കട്ടയൊക്കെ നമുക്കിതുപോലെ കൈകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പം പുട്ട് നന്നായി നനഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കാം. ഏകദേശം കറക്റ്റായി ആയിരിക്കും നിങ്ങളുടെ പുട്ടുപൊടി. പുട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 പീസും കൂടെ മാങ്ങേൻ്റെ പീസും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 പീസ് പുട്ടിനുണ്ട്. ഫസ്റ്റ് നമുക്ക് അടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ മാങ്ങൻ്റെ പീസും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ പൊടിച്ചു വെച്ച പുട്ടിൻ്റെ പൊടി കൂടെ ചേർത്ത് മേലെ കുറച്ച് തേങ്ങ കൂടെ ഇട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പുട്ടും കൂടെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു 4 പുട്ടിന് ഉണ്ടാവും. 1 കപ്പ് പുട്ടുപൊടി, അതിനുശേഷം രണ്ടാമത്തെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് എല്ലാം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.